ഓരോ പാട്ടിനും ഓരോ ഫീൽ ഉണ്ട്. ഈ പാട്ട് ഇതിന്റെ അപ്പുറത്ത് പാടേണ്ട കാര്യമില്ല, എത്രയൊക്കെ പാടിയാൽ മതി. ഒറിജിനൽ പാട്ടിനേക്കാൾ ഇഷ്ടമായി. അത് നമ്മൾ കാണും കൂടിയാണ് ചെയ്യുന്നത്. അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അതിന്റെ സ്പിരിറ്റ്, അങ്ങനെ സ്പിരിറ്റിൽ പാടിയപ്പോൾ എന്തുണ്ടായി? എല്ലാം പെർഫെക്റ്റ് പിച്ചിൽ ഇങ്ങോട്ട് പാടി. രഞ്ജനി ഇവിടെ തുടങ്ങുമ്പോ തൊട്ട് പറയായിരുന്നു, ചേച്ചി നോക്കൂ ആ ഹമ്മിങ് നമുക്ക് എങ്ങനെ പാടണമെന്ന് നോക്കാം. രഞ്ജനി അതെ, ആ ഹമ്മിങ് ഭയങ്കര ട്രിക്കിയാണ് അല്ലേ? മേലും താഴെ അസലായിട്ട് അത് എടുത്തു, അത് ഒപ്പിച്ചു എന്നുള്ളതാണ് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാരും കുറെ കഷ്ടപ്പെട്ട് ഇതൊക്കെ പണ്ട് ഫസ്റ്റ് ടൈം പാടുന്നതിന്റെ എല്ലാത്തിനും കഷ്ടപ്പാട് അനുഭവിച്ച ഒരു ജനറേഷനാണ് ഞങ്ങൾ. ഈ പറഞ്ഞ പോലെ ഈ രണ്ട് കാറ്റഗറിയിലുള്ളതും പാടാൻ കിട്ടിയോണ്ട് ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. പ്ലസ് നിസരി പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? ഇത് സബിത സലിൽ ചൗധരിയാണ് പാടിയിരിക്കണേ. നീ മേലെ പൂമല, പൂമല എന്നല്ല പാടിയിരിക്കണേ, പൂമല മല അങ്ങനെ പാടിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഹാപ്പി ആവുമ്പോ തോന്നുമ്പോ പാടുന്ന പാട്ടാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. ആണോ? അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഹമ്മിങ്ങിന് എനിക്ക് ഒത്തിരി താങ്ക്സ് പറയാനുള്ളത് രാധിക മാമിനും മുഫീദ മാമിനും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ രാധികയോട് ചോദിച്ചു, രാധിക ഹമ്മിങ് പാടുന്നുണ്ടോ നസരീന്ന്? ഉണ്ട് ചേച്ചി പാടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഓരോ വാക്കിന്റെ എന്തെങ്കിലും ഒരു ചെറിയ ഗ്ലൈഡ് ഇങ്ങനെ വലിച്ചു വിടുന്നുണ്ട്. എക്സ്പ്രസ് ഭയങ്കര രസമാണ്. അത് ഇവര് പറഞ്ഞു തന്നാണോ? അതെ അതെ, എനിക്ക് പറഞ്ഞു തന്നതാണ്. ഓ ഭയങ്കര രണ്ടുപേരും കൂടെ എന്റെ രണ്ടുപേര് പാടുന്നേ. 1 2 3 വേറൊരു കാര്യം അറിയോ? സലിൽദായുടെ പാട്ടുകളൊക്കെ മോസ്റ്റ്ലി എല്ലാ പാട്ടുകളും ബംഗാളിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാട്ടുകളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഇങ്ങോട്ട് തർജ്ജമ ചെയ്യുമ്പോൾ മലയാളത്തിൽ എഴുതുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കവികൾ. അപ്പൊ ഇതാരാ? ONV കുറുപ്പ് സാറാണ്. അപ്പൊ കാറ്റേവാ സാറ് തന്നെ പറഞ്ഞു. വളരെ കറക്റ്റാ. കാറ്റേവാ നീ വാ നീ വാ അങ്ങനെ പാടാമായിരുന്നു. പക്ഷെ ആ ട്യൂൺ ഇങ്ങനെ സലില്ലാതെ പാടി കൊടുക്കുക ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ടടാ ടടാ. അപ്പൊ അത് മാറ്റി പറയാൻ അന്നത്തെ കാലത്ത് ഇതൊക്കെ തുടങ്ങിയ സമയമാണ്. അതായത് ട്യൂൺ ഇട്ടിട്ട് ലിറിക്സ് എഴുതുന്ന ആ ഒരു കൾച്ചറിലേക്ക് സലിൽ ചൗധരിയുടെ കാലം കൊണ്ടാണ് അത് വന്നു തുടങ്ങിയത്. അതിനു മുമ്പ് അങ്ങനെ ഇല്ലല്ലോ. ലിറിക്സ് അതിന് ചെയ്യണം. അപ്പൊ ഒരിക്കലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. പക്ഷെ ഈ പ്രശ്നങ്ങൾ ത്രൂ ഔട്ട് ഇതിന്റെ എല്ലാ വാക്കുകളും അടുപ്പിച്ച് ഒരുപാട് നല്ല വരികളാണിത്. പക്ഷെ അത് ആ സ്പീഡില് ഒറിജിനൽ ട്യൂണിന്റെ പോലെ തന്നെ അദ്ദേഹം പാടിയതിനനുസരിച്ചിട്ട് അത് ചേർത്ത് വെച്ചിട്ടും നമ്മളെല്ലാവരും നമ്മൾ എടുത്തു വെച്ചു, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതിന്റെ കാരണം ആ കമ്പോസിഷന്റെ മിടുക്കാണ് സലിൽ ചൗധരിയുടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.